Hello everyone, welcome back to our channel Let's Chat. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഓൾ പാലസസ് ആർ ടെമ്പററി പാലസസ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് റോസ്ബർട്ട് ബെന്നോനി എഴുതിയിട്ടുള്ള ഒരു പോമാണ്. അപ്പോൾ അതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ടെക്സ്റ്റിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ടൈറ്റിൽ നോക്കാം. ഓൾ പാലസസ് ആർ ടെമ്പററി പാലസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? എല്ലാ കാര്യങ്ങളും ടെമ്പററി ആണ്, എല്ലാം താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ എത്ര വലിയ കൊട്ടാരങ്ങളായിക്കോട്ടെ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിതം ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളായിക്കോട്ടെ, എല്ലാം എന്താണ് ടെമ്പററി ആണ്. എല്ലാം എല്ലാ കാലത്തും എല്ലാവർക്കും നിലനിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ള ഒരു ജീവിതത്തിൻ്റെ ആ ഒരു നൈമിഷികതയെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അത്തരത്തിൽ ടെമ്പററി ആയിട്ടുള്ളവയാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിക്ക് ഒരു പ്രപഞ്ചത്തിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മുടെ കൈപ്പിടിയിലല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. അതൊക്കെ നമുക്ക് അറിയാലോ അല്ലേ. അപ്പോൾ ആ രീതിക്കൊക്കെ സയൻറ്റിഫിക്കലി ഒരുപാട് ആസ്പെക്റ്റുകളിലേക്ക് സംസാരിച്ച് പോകാൻ സാധിക്കുന്ന ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള ഓൾ പാലസസ് ആർ ടെമ്പററി പാലസസ്. ഇതിൽ തന്നെ ഓരോ ലൈൻസിനും നമുക്ക് പലതരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. സയൻറ്റിഫിക്കലി നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ലൈൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ലിറ്ററേച്ചർ പോലെ അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഒരുപാട് എന്താ പറയുക ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു കവിതയാണ് ഓൾ പാലസസ് ആർ ടെമ്പററി പാലസസ് എന്നുള്ളത് ആദ്യം ഓർക്കുക കേട്ടോ. അപ്പം നമുക്കതൊരു ലൈനൊരു മീനിങ് നമ്മൾ പറഞ്ഞ സമയത്ത് ഇത് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഐഡിയാസ് അത് വായിക്കുന്ന സമയത്ത് തോന്നുമായിരിക്കും. അങ്ങനെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ, മറ്റുള്ളവർക്ക് കൂടെ അത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അബൌട്ട് ദ ടെക്സ്റ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. റോസ്ബർട്ട് ബെന്നോനീസ് ഓൾ പാലസസ് ആർ ടെമ്പററി പാലസസ് ഇസ് എ poignant exploration on the ethereality of cosmos and ephemeral nature of existence. അപ്പോൾ ഈ ഒരു കവിതയിൽ നമ്മുടെ നിലനിൽപ്പിൻ്റെ തന്നെ ഒരു എക്സ്പ്ലോറേഷൻ ആണ്, അല്ലെങ്കിൽ എല്ലാം എബവ് റിയാലിറ്റി, എല്ലാം നമ്മൾ മുന്നിൽ കാണുന്നതിനൊക്കെ അപ്പുറത്തേക്കായിട്ടുള്ള റിയാലിറ്റി ഏതൊരു കാര്യത്തിനും ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഒരു എഫിമറൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് ഫോർ എ ഷോർട്ട് ടൈം എന്നുള്ള, വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമാണ് എല്ലാ കാര്യത്തിനും നിലനിൽപ്പുള്ളത്. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. മനുഷ്യൻ്റെ ലൈഫാണെന്നുണ്ടെങ്കിലും ജീവനാണെന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ് അതിന് ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. ഇൻസ്പയർഡ് ബൈ എ കോൺവെർസേഷൻ വിത്ത് ഹർ 6-year-old niece and kindled by the child's sense of awe and wonder, the poem delves deep into philosophical questions on mortality. അപ്പോൾ ഇതിനകത്തൊരു കോൺവെർസേഷണൽ ആയിട്ടാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ഇത് നമ്മുടെ പോയറ്റ് അവരുടെ ഒരു 6 വയസ്സുള്ള ഒരു നീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മരുമകൾ എന്നൊക്കെ പറയില്ലേ, സഹോദരൻ്റെ പുത്രി സഹോദരിയുടെ പുത്രി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെ നീസുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. അതായത് ഈ പെൺകുട്ടി, ഈ ചെറിയ കുട്ടി, ഇവരുടെ നീസായിട്ടുള്ള പെൺകുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് നേച്ചറിനെ കുറിച്ച്. നമ്മൾ ചിന്തിക്കാത്ത, അല്ലെങ്കിൽ ആ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള പേഴ്സൺ എന്നുള്ള രീതിക്ക് നമ്മുടെ പോയിട്ട് ചിന്തിക്കാത്ത പല ആസ്പെക്റ്റുകളിലും ചിന്തിക്കുകയും അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ആകുലപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടി, 6 വയസ്സുള്ള പെൺകുട്ടിയാണ് നമുക്ക് ഇവരുടെ നീസായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ ആ കുട്ടിയുടെ ആ ഒരു ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് പോലെ ഒരു കോൺവെർസേഷണൽ ടോണിലാണ് നമ്മുടെ ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. ദ ചൈൽഡ്സ് ക്വസ്റ്റ്യൻ ഓൺ ആസ്ട്രോയിഡ്സ്, ക്വാക്സ് ആൻഡ് ആൻറ്റി ക്വാക്സ് സേവ് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ദി പോയറ്റ്സ് കണ്ടംപ്ലേഷൻ ഓൺ ലൈഫ്. അപ്പോൾ അത് ചോദ്യങ്ങളിൽ ആസ്ട്രോയിഡ്സ് വരുന്നുണ്ട്, ക്വാക്സ് വരുന്നുണ്ട്, ആൻറ്റി ക്വാക്സ് വരുന്നുണ്ട്. നമുക്ക് പോയെടുക്കുമ്പോൾ എന്താണെന്ന് പറയാം കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് ടോപ്പിക്സുകൾ വരുന്നുണ്ട്. ത്രൂ ദ ലെൻസ് ഓഫ് സയൻസ് ആൻഡ് സെൻസ് ബെന്നോനി എക്സാമിൻസ് ദ വാസ്റ്റ്നെസ് ഓഫ് കോസ്മോസ് ആൻഡ് ദി ഫ്രെജിലിറ്റി ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എത്രത്തോളം വൈഡാണ്, നമുക്ക് അറിയുന്നതിനേക്കാൾ എത്രയോ ഉപരി കാര്യങ്ങൾ നമുക്ക് അറിയാത്തതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എത്ര വീക്കാണ്. എന്തെങ്കിലും ചെറിയൊരു ചേഞ്ച് നമ്മുടെ അന്തരീക്ഷത്തിനോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഇല്ലാണ്ടായി പോകും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഫ്രജൈലാണ് എന്നതിനെ കുറിച്ചൊക്കെ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദ ടൈറ്റിൽ എൻകാപ്സുലേറ്റ്സ് ദ കോർ ഓഫ് ദ പോം, ദ സിംബൽസ് ഓഫ് പവർ ആൻഡ് ഓൾ മാഗ്നിഫിഷ്യൻറ്റ് സ്ട്രക്ചേഴ്സ് പെരിഷ് ഇൻ കോഴ്സ് ഓഫ് ടൈം. അപ്പോൾ ഈ ടൈറ്റിൽ തന്നെയാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന ആശയം എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ട്, എത്രയൊക്കെ വലിയ വലിയ സ്ട്രക്ചേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും അസറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം ആ ഒരു സമയം മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇല്ലാണ്ടാവും. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നശിച്ചു പോകുമെന്നുള്ളതാണ് നമ്മുടെ ആ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പോം ജെക്സ്റ്റാപോസസ് സയന്റിഫിക് കോൺസെപ്റ്റ്സ് വിത്ത് എവരിഡേ മൊമെന്റ്സ് ഇൻ ലൈഫ്. അപ്പോൾ ഇതിൽ ലൈഫിൻ്റെ എവരിഡേ മൊമെൻറ്റ്സിൻ്റെ ഒക്കെയും അവർ ജെക്സ്റ്റാപ്പോസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി നമുക്കത് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു കവിതയിൽ അവർ പറയാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ത്രൂ എ ലിറിക്കൽ ടോൺ ദ പോം സെറ്റ്സ് എ തോട്ട്ഫുൾ നോട്ട് സീക്കിംഗ് റീഡേഴ്സ് ടു ഹെറാൾഡ് ദ മിസ്റ്ററി ഓഫ് യൂണിവേഴ്സ് ആൻഡ് ഫൈൻഡ് റെഫ്യൂജ് ഇൻ നോളജ് ഈവൻ ആസ് എ കോസ്മിക് ടെപ്പസ്ട്രി അപ്പിയർ ഗ്രാൻഡ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മുന്നിൽ കാണുന്ന ഓരോ വസ്തുവിലും നമ്മൾ നോളജ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഈ ഒരു ലിറിക്കൽ ടോണിലാണ് ഈ ഒരു പോം എഴുതിയിട്ടില്ല. നമുക്കത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ
തന്നെ ഇതിനകത്ത് നമ്മുടെ ഒരു ആസ് എ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗം എന്നുള്ള രീതിക്ക് നമ്മുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതും അറിയാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിലൊക്കെയും നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്നൊക്കെയും നോളജ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ അതിനെക്കുറിച്ച് കിട്ടുള്ളൂ. ദ പോം എൻകറേജസ് ദ റീഡേഴ്സ് ടു ചെറിഷ് ദ പ്രസന്റ്, അപ്രീഷിയേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ് ആൻഡ് ഡീപ്ലി റിയലൈസ് ദാറ്റ് ഹ്യൂമൻസ് ആർ എ പാർട്ട് ഓഫ് ദി ലാർജർ കോസ്മിക് സൈക്കിൾ. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രസൻറ്റിൽ ജീവിക്കണം. പ്രസൻറ്റിൽ നമുക്ക് എന്തൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ അതിനെല്ലാം മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, അതിലെല്ലാം നമ്മളെ ഹാപ്പിനെസ് മാക്സിമം കണ്ടെത്തുക. അങ്ങനെ ഓരോ വസ്തുവിലും ലൈഫിൻ്റെ ഓരോ ഭാഗത്തിനെയും നമ്മൾ അതിൻ്റെ സൗന്ദര്യത്തിനെ അപ്രിഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അത്തരത്തിൽ നമുക്ക് പ്രസൻ്റായിട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിനെല്ലാം മാക്സിമം എൻജോയ് ചെയ്ത് അതിനെല്ലാം മാക്സിമം അറിഞ്ഞുകൊണ്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ള രീതിക്കാണ് അവരെ ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കവിതയുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. My niece called with the questions of asteroid mining. അപ്പോൾ എൻ്റെ നീസ് നമ്മൾ പറഞ്ഞൊരു കോൺവെർസേഷണൽ ടോൺ ആണെന്നുള്ളത്. എൻ്റെ നീസ് എന്നെ വിളിച്ചിട്ട് എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസ് ഓഫ് ആസ്ട്രോയിഡ് മൈനിങ്ങിനെ കുറിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. അപ്പോൾ ആസ്ട്രോയിഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഗ്ലോസറിയിൽ മീനിങ് കൊടുത്തിട്ടുണ്ട്, സ്മോൾ റോക്കി ഒബ്ജക്ട്സ് ഓർബിറ്റിംഗ് ദി സൺ. അതായത് നമ്മുടെ പ്ലാനറ്റ്സിനെ പോലെ തന്നെ സണ്ണിനെ ഓർബിറ്റ് ചെയ്യുന്ന, സണ്ണിന് ചുറ്റും എന്താ പറയുക ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അത് മേ ബി റോക്കായിരിക്കാം, അല്ലെങ്കിൽ ഐസ് ഫോമിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റാലിക് ഫോമിലായിരിക്കാം. കണ്ടു കഴിഞ്ഞാൽ ഗ്രഹത്തിൻ്റെ ഒക്കെ ലുക്കൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ പ്ലാനറ്റ്സിൻ്റെ അത്രയും വലിപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ റോക്കി ഒബ്ജക്ട്സിനെയാണ് നമ്മൾ ആസ്ട്രോയിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ആസ്ട്രോയിഡ്സ് എന്ത് ചെയ്യുന്നുണ്ടോ അവിടെ ഒരുപാട് ആസ്ട്രോയിഡ് മൈനിങ്, അതിൽ മൈൻ ചെയ്യുന്നതിനെ കുറിച്ച്, അതിൽ നമ്മൾ ഖനനം ചെയ്യാന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത്തരത്തിൽ വലിയ വലിയ വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് അവൾ എന്ത് ചെയ്യുന്നത്, അവളിപ്പോൾ നമ്മുടെ അടുത്ത് ഡൗട്ടൊക്കെ ആയിട്ട് ചോദിക്കുന്നത്. അറ്റ് 6 ഷീസ് വറീഡ് ആൻഡ് കാൺ ടെൽ മി വൈ. അപ്പോൾ ഈ ഒരു 6 വയസ്സിൽ തന്നെ അവൾ എന്ത് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞാൽ അവൾ വളരെ വറീഡാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവൾക്ക് ഒരുപാട് അറിയണമെന്നുണ്ട്. സോ വി ടോക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താണ്, അവർ എന്ത് ചെയ്യാൻ സംസാരിക്കാൻ വേണ്ടി പ്ലാൻ, ശരി നിനക്ക് അറിയാൻ ആഗ്രഹമുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ സംസാരിക്കുകയാണ്. ഐ ഹിയർ ദർ ഇസ് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഓൺ സ്പെൻ കോമറ്റ്സ്. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുക ധൂമകേതുക്കളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോമറ്റ്സിലും കാര്യങ്ങളിലൊക്കെ എന്തുണ്ട്, ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആസ്ട്രോയിഡ് എന്ന് പറയുമ്പോൾ ചിഹ്നഗ്രഹം എന്നാണ് അതിൻ്റെ ആ ഒരു മലയാളം ടേം വരിക. അപ്പോൾ അത് മലയാളം ടേം പറഞ്ഞേക്കാൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്ലാനറ്റ്സിനെ പോലെ തന്നെ സണ്ണിനെ വലം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എന്താ പറയുക റോക്കി ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ആസ്ട്രോയിഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ധൂമകേതുക്കളിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഈ പറയുന്ന ചിഹ്നഗ്രഹങ്ങളിലാണെന്നുണ്ടെങ്കിലും ഒക്കെയുള്ള ഈ മൈനിങ്ങിനെ കുറിച്ച്, അവിടെ ഗോൾഡ് ഉണ്ട്, അല്ലെങ്കിൽ സിൽവർ ഉണ്ട്, പ്ലാറ്റിനം ഉണ്ട്, ആ ഒരു വിഷയങ്ങളെ കുറിച്ചൊക്കെ അവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ അവർ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന വിഷയം. Who would say I do on a stony asteroid? People are getting married underwater. അപ്പോൾ അവർ പറയാൻ ആരൊക്കെ പറയാൻ പറ്റും, ഇപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ ഒരു സ്റ്റോണി ആസ്ട്രോയിഡിലാണോ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം അത്തരത്തിൽ സ്റ്റോണി ആസ്ട്രോയിഡിലാണോ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതെല്ലാം നമ്മൾ മനുഷ്യന്മാർ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിനൊക്കെയും ചിലപ്പോൾ എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്, ഭാവിയിൽ ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. പീപ്പിൾ ആർ ഓൾറെഡി ഗെറ്റിംഗ് മാരിഡ് അണ്ടർ വാട്ടർ. അപ്പോൾ ഈ സയൻസ് അല്ലെങ്കിൽ സൗകര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള എക്സ്പ്ലോറിംഗ് മെൻറ്റാലിറ്റി മനുഷ്യൻ്റെ കൂടിയിട്ട് ഇപ്പോൾ ആളുകൾ കല്യാണം കഴിക്കുന്നത് പോലും പല സിറ്റുവേഷൻസിലും എന്താണ് അണ്ടർ വാട്ടറിൽ പോയിട്ട്, വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് ഫങ്ഷൻസ് നടത്തുന്ന രീതിയിലേക്ക് മനുഷ്യൻ്റെ ആ ഒരു എക്സ്പ്ലോറിംഗ് മെൻറ്റാലിറ്റി വളർന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ദ വെരി റിച്ച് ഡ്രൈവിംഗ് കാർസ് ഓൺ കോറൽ റീഫ്സ്. അതേപോലെ തന്നെ വളരെ റിച്ച് ആയിട്ടുള്ള ആളുകൾ മേ ബി കാറൊക്കെ ഓടിച്ച് പോകുന്നത് ഇത്തരത്തിലുള്ള പവിഴപ്പുറ്റുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ആയിരിക്കാം. അതൊരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പറയണം. അതായത് ആ ഒരു രീതിയിലേക്ക് സമുദ്രത്തിൻ്റെ അടിയിൽ വെച്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ കോറൽ റീഫ്സിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ മനുഷ്യൻ്റെ ഒരു എക്സ്പ്ലോറിംഗ് മെൻറ്റാലിറ്റി, മനുഷ്യൻ്റെ ആ ഒരു പുരോഗമനത്തിലേക്ക് പല പല കാര്യങ്ങളും കണ്ടറിഞ്ഞ് അതിലേക്ക് എത്തിപ്പെടാനുള്ള മനുഷ്യൻ്റെ ആ ഒരു ജിജ്ഞാസ കൂടി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. And if the newest frontiers require technology smaller than an atom, well, now there is the pentaquark. പിന്നെ അവർ പറയുകയാണ് ഇത്തരത്തിലുള്ള ന്യൂവസ്റ്റ് ഫ്രോണ്ടിയേഴ്സ്, അതിപ്പോൾ അതിർത്തികളായിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ ഇൻവെൻഷൻസ് ആയിക്കോട്ടെ, അതിനെല്ലാം ടെക്നോളജിയാണ് ആവശ്യമായിട്ട് വരാമെന്നുണ്ടെങ്കിൽ മേ ബി അതെന്തായിരിക്കും ആറ്റത്തിനേക്കാൾ ചെറിയ തരത്തിലുള്ള എന്താ പറയുക ഇൻവെൻഷൻസ് അല്ലെങ്കിൽ ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും മേ ബി നമുക്കിനി ആവശ്യമായിട്ട് വരിക. പക്ഷെ അവിടെ എന്ത് വരുന്നുണ്ട്, നൗ ദർ ഇസ് ദ പെൻഡാക്വാക്ക് എന്ന് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവരുടെ ആ ഒരു സയൻസിനോടുള്ള ഫാസിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പെൻഡാക്വാക്കിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബ് ആറ്റോമിക് പാർട്ടിക്കിൾ മെയ്ഡ്
അപ്പ് ഓഫ് 4 ക്വാർക്സ് ആൻഡ് 1 ആന്റി ക്വാർക്ക്. 4 ക്വാർക്കും അതേപോലെ തന്നെ 1 ആന്റി ക്വാർക്കും ചേർന്നിട്ടുള്ള ഒരു സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ആണ്. അതായത് ആറ്റത്തിനേക്കാട്ടിലും ചെറുതായിട്ടുള്ളൊരു വസ്തുവാണ് കേട്ടോ. അപ്പോൾ അത്രയും ചെറിയ കാര്യങ്ങളിലേക്ക് പോലും എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ സയൻസ് അല്ലെങ്കിൽ സയന്റിഫിക് ഇൻവെൻഷൻസ് എല്ലാം മാറിയിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഇസ് ഓൾമോസ്റ്റ് ഓൾ ക്വാർക്ക് സേവ് ഫോർ 1 ആന്റി ക്വാർക്ക്. ആ ഒരു ലൈന് പെൻഡാക്വാർക്ക് എന്താണ് എന്നതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. ഓൾമോസ്റ്റ് ഓൾ ക്വാർക്ക്, എല്ലാം ക്വാക്കാണ്. അതായത് 4 ക്വാക്സ് വരുന്നുണ്ട്. അതിനകത്ത് ഒരെണ്ണം എന്തായിരിക്കും, ഒരെണ്ണം എക്സ്ട്രാ ഒരു ആന്റി ക്വാക്ക് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ, പെൻഡാക്വാക്ക് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഷേപ്പ് കിട്ടും. അപ്പം അത്തരത്തിൽ ഓരോ കാര്യങ്ങളും ഒരു ആറ്റത്തിനേക്കാൾ ചെറിയ ഒരു വസ്തുവായിട്ടുള്ള പെൻഡാക്വാക്കിനെ പോലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അത്രയും മൈന്യൂട്ട് പാർട്ടിക്കിൾസിനെ കുറിച്ച് പോലും സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ഫ്രോണ്ടിയേഴ്സ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു എക്സ്പ്ലോറിംഗ് മെന്റാലിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിങ്ക് അറ്റ് ഓൾ ബി would anything at all be? What's next is never enough. അടുത്തതായിട്ട് എന്താണ് എന്നത് നമുക്കിനി പറയാൻ പറ്റില്ല. അതായത് നമുക്ക് ഫ്യൂച്ചർ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ മേ ബി നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അടുത്തായി സംഭവിക്കാൻ പോകുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല. മേ ബി അതിനേക്കാൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള വേറൊരു കാര്യത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് വരാൻ പോകുന്ന കാര്യം എന്താണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ പറ്റിക്കൊള്ളണം. അപ്പോൾ നമ്മൾ വീണ്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾ ലെഫ്റ്റ് ടു ചാൻസ് ഷ്രിങ്കിങ്. എന്ത് സംഭവം ആണെങ്കിലും അതെന്താവാം, മേ ബി ചുരുങ്ങിപ്പോകാം. അതായത് അതിന് പലതരത്തിലുള്ള ചേഞ്ചസ് സംഭവം. ഇപ്പം നമ്മുടെ കയ്യിൽ വളരെ ആർഭാടായിട്ട് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സാധനം മേ ബി നാളെ ഇല്ലാണ്ടായിക്കോളാം. ചിലപ്പോൾ അത് ചെറുതായി പോകാം അല്ലെങ്കിൽ നശിച്ചു പോകാം. അങ്ങനെ എന്തൊരു കാര്യം നെക്സ്റ്റ് എന്ത് സംഭവിക്കും, അത് ഇല്ലാണ്ടാവുകയാണോ ചെയ്യാതെ ബെറ്റർ ആവുകയാണോ ചെയ്യാതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മൈ Dear girl, calling on this overcast day in the spring where sky is a long cover of impassivity. അപ്പോൾ ആ പെൺകുട്ടിയോട് പറയണം, മൈ ഡിയർ ഗേൾ കോളിംഗ് ഓൺ ദിസ് ഓവർകാസ്റ്റ് ഡേ ഇൻ ദ സ്പ്രിംഗ്. ഒരു സ്പ്രിംഗ് സീസൺ ആണ്. ഓവർകാസ്റ്റ് ഡേ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ക്ലൗഡി ആയിട്ടുള്ള അങ്ങനെ മേഘാവൃതമായിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ അവിടെ എന്താണ്, സ്കൈ ഈസ് വൺ ലോങ് കവർ ഓഫ് ഇമ്പാസിവിറ്റി. സ്കൈ അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത്, ഒരു മൊത്തത്തിൽ ക്ലൗഡായിട്ട് കവർ ചെയ്ത പോലെ, എല്ലാവർക്കും ഇമ്പാസിവിറ്റി കൊണ്ട് കവർ ചെയ്ത പോലെയാണ് തോന്നുന്നതെന്നാണ് പറയണം. ഇമ്പാസിവിറ്റി എന്ന് പറഞ്ഞാൽ ഇമോഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാത്തൊരവസ്ഥ. അപ്പോൾ യാതൊരു ഇമോഷനും ഇല്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സ്കൈ ആയിട്ടാണ് അവർക്ക് ആ ഒരു ആകാശത്തിനെ ഫീൽ ചെയ്യുന്നത്. വൈ ആർ വി ഹിയർ? അപ്പോൾ അവൾ വീണ്ടും ആ കുട്ടിയെ ഡൗട്ട് ചോദിക്കണം, എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പ്ലാനറ്റിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു എർത്തിൽ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നിൽക്കണമെങ്കിൽ എന്താ അതിൻ്റെ റീസൺ? അതൊരു വലിയൊരു ചോദ്യമാണ്. നമുക്ക് ഉത്തരം കണ്ടെത്താൻ പോലും പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഉത്തരങ്ങൾ പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് വൈ ആർ വി ഹിയർ എന്നുള്ളത്. ഷീ ഈസ് ആസ്കിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. അവൾ ആദ്യമായിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്, എന്താണ് നമ്മൾ ഇവിടെ ജീവിക്കാൻ കാരണം എന്ന് ചോദിക്കുന്നത് ആദ്യമായിട്ടാണ്. ആൻഡ് ഐ ഹിയർ ദ ആങ്സൈറ്റി ഓഫ് വൺ ഹൂ ഈസ് സ്റ്റംബിൾഡ് അപ്പോൺ എ ബേണിംഗ് ടെമ്പിൾ ഇൻ ദ ഫീൽഡ്സ്. അപ്പോൾ എനിക്ക് അവളുടെ ഒരു ആങ്സൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ബേണിംഗ് ടെമ്പിൾ ഇൻ ദ ഫീൽഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ബേണിംഗ് ടെമ്പിൾ ഇൻ ദ ഫീൽഡ്സ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത് മനസ്സിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ടെമ്പിൾ ബേൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ആങ്സൈറ്റി, ഒരു തിടുക്കം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ആ കാര്യം അറിയാനുള്ള ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ആ ഒരു തിടുക്കമാണ് ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബേണിംഗ് ടെമ്പിൾ ഇൻ ദ ഫീൽഡ്സ്. അപ്പോൾ അവൾ അങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ്, അതിൻ്റെ ആൻസർ കിട്ടിയിട്ട് വേണം അടുത്ത് ചോദിക്കാൻ എന്നുള്ള രീതിയിൽ അത്രയും ആങ്സൈറ്റി നിറഞ്ഞിട്ടാണ് ആ കുട്ടിയോട് നിൽക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കണം. വി ലിസൺ ടു ഈച്ച് അതർ ബ്രീത്ത്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് അവരുടെ ബ്രീത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്, അവരുടെ ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും, മൊത്തത്തിൽ സൈലൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അത്രയും ചെറിയൊരു കുട്ടിക്ക് പോലും ഇത്രയും ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. വരുന്ന തലമുറ മേ ബി അതിനേക്കാട്ടിലും കൂടുതൽ എന്താ പറയുക മുന്നോട്ട് ഫാസ്റ്റ് ഫോർവേഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജനറേഷനാണ് വരാൻ പോകുന്നത്. ഐ മിസ് മൈ ട്രെയിൻ ലിങ്കർ ഓൺ എ വൈൻഡിങ് സ്റ്റേ കേസ്. അപ്പോൾ അവരിങ്ങനെ റിമെമ്പർ ചെയ്യണം, നമ്മുടെ പോയിറ്റ് ഞാൻ ആലോചിക്കുകയാണ്, എനിക്ക് അന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ട്രെയിൻ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു, ലിങ്കർ ഓൺ എ വൈൻഡിങ് സ്റ്റെയർ കേസ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു നടന്ന് കഴിഞ്ഞിട്ടുള്ള ഓൾറെഡി ട്രെയിൻ മിസ്സായി പോയ സിറ്റുവേഷനെ കുറിച്ച് അവർ ആലോചിച്ചെടുക്കുന്നതാണ്. ഇൻ വുഡ് സൈഡ് ക്വീൻസ് ഐ റിമെമ്പർ ദ ഡേ ഐ discovered the small stretch of exposed tracks subverting the sky and knew I would come home. അപ്പോൾ പറയുന്നത് പ്ലേസ് ആണ് കേട്ടോ, വുഡ് സൈഡ് ക്വീൻസ് എന്ന് പറഞ്ഞ് ന്യൂയോർക്കിലുള്ള പ്ലേസ് ആണ്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു അവർക്ക് ആ ട്രെയിൻ മിസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ എന്ത് ചെയ്യണേ, റിമെമ്പർ ദ ഡേ ഐ ഡിസ്കവർ ദ സ്മോൾ സ്ട്രെച്ച് ഓഫ് എക്സ്പോസ്ഡ് ട്രാക്ക്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഇങ്ങനെ ഇരിക്കണ സമയത്ത് അവിടുത്തെ ആ ഒരു ട്രാക്ക്, ട്രെയിൻ പോകുന്ന ആ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ട്രാക്ക് കണ്ട സമയത്ത് അവർക്ക് എന്ത് ഫീൽ ചെയ്യണം, ആ ട്രാക്ക് സബ്വേർട്ട് ചെയ്തിട്ട് സ്കൈയിലേക്ക് പോകുന്നത് പോലെ അൺസെറ്റിൽ ആയിട്ട് അതിങ്ങനെ ഇളകി മറിഞ്ഞ്
അൺസെറ്റിൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, ആ സ്കൈയിലേക്ക് ഇങ്ങനെ നീണ്ട് പോകുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്തു. അപ്പോഴാണ് അവർക്ക് എന്ത് ബോധം ഉണ്ടായത്, ന്യൂ ഐ വുഡ് കം ഹോം, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടതിന്റെ ആവശ്യകത ആ സമയത്ത് അവർക്ക് അപ്പോൾ അവിടെ ഓർമ്മ വരിക എന്നാണ് പറയണം. വൺ മോർ ഡേ ആൻഡ് ഐ വിൽ ടെൽ ഹർ ദിസ്. അപ്പോൾ ഒരു ദിവസം കൂടെ ഞാൻ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും അവളടുത്ത് ഇതിനെക്കുറിച്ചൊക്കെ പറയും. വൺ മോർ ഡേ ഫോർ ലൈഫ് ഓൺ ആസ്ട്രോയിഡ്സ് വിത്തൗട്ട് ഫെൻസസ് ഓർ ട്രാക്കിംഗ്. അവിടെ എന്തുണ്ടായിരിക്കില്ല, അവിടെ പ്രത്യേകിച്ച് എനിക്ക് എന്തുണ്ടായിരിക്കില്ല, യാതൊരു തരത്തിലെ വേലിക്കെട്ടുകളോ അല്ലെങ്കിൽ യാതൊരു തരത്തിലെ തടസ്സങ്ങളോ ബോർഡേഴ്സോ ഒന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, അവരവിടെ ഫ്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഇൻജക്ടിങ് ലിക്വിഡ് അറ്റ് ഹൈ പ്രഷർ ഇൻ സബ്ടെറേനിയൻ റോക്സ്. അതായത് റോക്സിലേക്ക് എന്താ പറയുക ലിക്വിഡ് ഹൈ പ്രഷറിൽ ഇഞ്ചക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഫ്രാക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ വളരെ ഫ്രീ ആയിട്ട് എനിക്ക് എന്താണ് അവളോട് പറയാനുള്ളത് അതൊക്കെയും എക്സ്പ്ലോർ ചെയ്യാനും അവളോട് അതൊക്കെ എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഒരു ദിവസം എൻ്റെ മുന്നിൽ തീർച്ചയായിട്ടും വരും. ആൻഡ് ഡ്രീംസ് നോ ഡീപ്പ് ഇൻ എലാസ്റ്റിക് സ്കാറ്ററിങ്. അതേപോലെ തന്നെ ഡ്രീംസിന് എന്തില്ല എന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് ഇൻ എലാസ്റ്റിക് ആയിട്ടുള്ള ഇലാസ്റ്റിക് അല്ലാത്ത തരത്തിലുള്ള ഒരു തരത്തിലുള്ള സ്കാറ്ററിങ്ങും വരുന്നില്ല. അതായത് ആ ഡ്രീംസ് നമ്മളെപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും, അത് നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ലെറ്റ് ഇറ്റ് ബി വേർ സൈലൻസസ് നെവർ സമ്മണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും എവിടെ എന്ത് ചെയ്യാം, സൈലൻസ് ഇല്ലാത്തൊരു സ്ഥലത്ത്, അതായത് എപ്പോഴും ആൻസേഴ്സ് ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് വീണ്ടും കൂടി ചേരാം. റേസ് കൊളൈഡ് ഇൻ ചാം ആൻഡ് സ്ട്രേഞ്ച്. അവിടെ എന്തുണ്ടായിരിക്കും, അവിടെ എപ്പോഴും പ്രകാശം അല്ലെങ്കിൽ കിരണങ്ങൾ റേസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, എപ്പോഴും അവിടെ ഇങ്ങനെ കൊളൈഡ് ചെയ്തുകൊണ്ട് ക്രാഷ് ചെയ്തുകൊണ്ട് അതിമനോഹരമായിട്ട് അവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ ആ ലൈനോണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് എക്സ്പ്ലോറേഷൻ ആണ്. നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടായിരിക്കണം. അത്തരത്തിൽ വളരെ ഫ്രീ ആയിട്ട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയാൻ പറ്റുന്ന ഒരു ദിവസം വന്നെത്തും എന്നുള്ള ഒരു വിശ്വാസമാണ് അവിടെ കാണുന്നത്. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ ആ ഒരു മിസ്റ്ററീസ്, ഈ വേൾഡിൽ ഒരുപാട് മിസ്റ്ററി നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെയും കണ്ടെത്താൻ, അതിനെയൊക്കെയും അറിയാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ആഗ്രഹം, ആ കുട്ടിയുടെയും അവരുടെയും ചേർന്നിട്ടുള്ള ഒരു ആഗ്രഹം, അതേ സെയിം സാധനം നമുക്കും വരണം എന്നുള്ള രീതിയിലാണ് ആ ഒരു പോം എൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ.